ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും, അവരുടെ വിദ്യാഭ്യാസം, ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല, വിജയസാധ്യതയുള്ള ബിസിനസ്, ഭാഗ്യ നമ്പർ, ഭാഗ്യദിക്ക്, ഭാഗ്യനിറം, സമ്പത്ത്, മറ്റ് ഭാഗ്യാനുഭവങ്ങൾ, സ്വഭാവ സവിശേഷതകൾ തുടങ്ങി അവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും ചോതി നക്ഷത്രത്തിലെ 4 പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും, ചോതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചോതി നക്ഷത്രം പൂർണ്ണമായും ശുക്രൻ്റെ ക്ഷേത്രമായ തുലാം രാശിയിലാണ്. രാഹുദശയിലാണ് ഇവരുടെ ജനനം. 18 വർഷത്തെ രാഹുദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ 16 വർഷം വ്യാഴം, 19 വർഷം ശനി, 17 വർഷം ബുധൻ, 7 വർഷം കേതു, 20 വർഷം ശുക്രൻ, 6 വർഷം ആദിത്യൻ, 10 വർഷം ചന്ദ്രൻ, 7 വർഷം ചൊവ്വ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ. ദേവഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ രാഹുവാണ്. വായുദേവൻ ആണ് ഇവരുടെ നക്ഷത്ര ദേവത. ഇവർ മനോബലമുള്ള കഠിനാധ്വാനിയാണ്. ബുദ്ധിശക്തിയിലും ഒട്ടും പിന്നിലല്ല. രാഷ്ട്രീയത്തിലും നയതന്ത്രജ്ഞതയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്യും. പൊതുവെ ജാഗരൂകരായ ഇവർ പല പ്രശ്നങ്ങളിലും നല്ല ബോധം ഉള്ളവരായിരിക്കും. അതുകൊണ്ട് എടുക്കുന്ന ദൗത്യങ്ങൾ ഫലപ്രദമായി പൂർത്തിയാക്കുന്നതിൽ വിജയം വരിക്കുന്നു. ഇവർ പൊതുവെ മറ്റുള്ളവരോട് ദയവുള്ളവരും മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചിന്തയുള്ളവരുമാണ്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നതാണ് ഇവരുടെ രീതി. പ്രവർത്തനങ്ങളിൽ കാപട്യം ഇല്ലാത്തവരാണ്. തികഞ്ഞ ആർജവവും വിശ്വാസ്യതയും കാണിക്കുന്നു. ഏറ്റെടുക്കുന്ന ചുമതലകൾ നീതിബോധത്തോടെ പൂർത്തിയാക്കും. ഇവർ പൊതുവെ സത്യസന്ധരാണ്. ഏതൊരു ചുറ്റുപാടിലും സത്യത്തെ കൈവിടാതെ, കാര്യങ്ങൾ മറച്ചുവെക്കാതെ നേരും നെറിയുമായി നടക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് ഇവർ. ഇവരുടെ വിവേകശക്തിയും നിരീക്ഷണ പാടവവും ബുദ്ധിശക്തിയും കൊണ്ട് ഏതു കാര്യത്തിലെയും നെല്ലും പതിരും വേർതിരിച്ചറിയുവാൻ ഇവർക്ക് അനായാസം കഴിയുന്നു. തുലാം രാശിക്കാരായ ഇവരുടെ രാശിയുടെ ചിഹ്നമായ ത്രാസിൽ എന്ന പോലെ ന്യായാന്യായങ്ങളെ സൂക്ഷ്മമായി തൂക്കി നോക്കി വിധി കൽപ്പിക്കുന്നവരായിരിക്കും. കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും വിഭിന്ന സാഹചര്യങ്ങളെ താരതമ്യപ്പെടുത്തി വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ ഗുണദോഷവശങ്ങൾ ഗ്രഹിക്കുവാനും കഴിവുള്ളവരാണ് ഇവർ. ഇവർ പെട്ടെന്ന് ക്ഷോഭിച്ച് സമനില കൈവിടുന്നവരാണ്. എങ്കിലും പെട്ടെന്ന് തന്നെ ശാന്തരാകും. മറ്റുള്ളവരുമായി ഇടപഴകുന്ന അവസരങ്ങളിൽ ഇവർ ആനന്ദം കണ്ടെത്തുന്നു. അവരോടുള്ള പെരുമാറ്റം ഹൃദ്യവും ആകർഷണീയവുമായിരിക്കും. സൗഹാർദ്ദം, സേവന സന്നദ്ധത, സഹായബുദ്ധി, വിട്ടുവീഴ്ച എന്നീ ഗുണങ്ങൾ ഇവരെ ഒരു ഉത്തമ മനുഷ്യനാക്കുന്നു. മറ്റുള്ളവരുമായുള്ള സമ്പർക്കവും അവരുമായുള്ള ആശയവിനിമയവും ഇവർ വളരെ ഇഷ്ടപ്പെടുന്നു. ഇവർ പ്രലോഭനങ്ങൾക്ക് വശംവദരാകാറില്ല. ധാർമ്മികതയിലും ഈശ്വരവിശ്വാസത്തിലും ഇവർ വലിയ നിഷ്ഠയുള്ളവരാണ്. എന്നാൽ സ്വന്തം ഭാവി ജീവിതത്തെപ്പറ്റി ചിന്തിക്കാത്തവരാണ് ഇവർ. അതുകൊണ്ട് മുൻകരുതൽ എന്നൊന്ന് ഇവർക്ക് ഉണ്ടാകില്ല. സ്വച്ഛമായ മാനസികാവസ്ഥയിൽ സമ്മർദ്ദങ്ങളില്ലാതെ ജോലി ചെയ്യുന്നതാണ് ഇവർക്കിഷ്ടം. അതുകൊണ്ട് ചെയ്യുന്ന ജോലികളിൽ അത് ബിസിനസ് ആയാലും പൂർണ്ണ സ്വാതന്ത്ര്യം ഇവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അമിതമായ ആവേശം കാണിക്കാറില്ല. സ്വന്തം പ്രവൃത്തികളെ മറ്റൊരാൾ വിമർശിക്കുന്നത് ഇവർക്ക് അസഹനീയമാണ്. സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഇവർക്ക് വന്നുചേരും. മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ ഇടങ്കോലിടാനോ മറിച്ച് തങ്ങളോട് അങ്ങനെ ആരും പെരുമാറുമെന്നോ ഇവർ പ്രതീക്ഷിക്കുന്നില്ല. പുതിയ ആശയങ്ങളെ
സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായി സന്നദ്ധരായിരിക്കുകയും ചെയ്യും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കുവാനായി ഇവർ ധാരാളം സമയം ചെലവഴിക്കും. ഇവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സങ്ങൾ ഇല്ലാത്ത പക്ഷം മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇവർ സദാ സന്നദ്ധരാണ്. ഏവരെയും ബഹുമാനിക്കുന്ന കാര്യത്തിലും ഇവർ ഒട്ടും പിന്നിലല്ല. ആവശ്യക്കാർക്ക് ഒരു നല്ല സുഹൃത്തും മോശപ്പെട്ടവർക്ക് വിരോധിയുമാണ് എന്ന് പറയാം. ആരെയെങ്കിലും വെറുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ അത് പിന്നെ വിളക്കി ചേർക്കുവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ശുക്രൻ്റെ രാശിയിൽ ജനിക്കുന്ന ഇവർ സംഗീത നൃത്തകലകളിൽ കഴിവും താല്പര്യവും ഉള്ളവരായിരിക്കും. ഇതോടൊപ്പം കലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കലാഭംഗിയുള്ള വസ്തുക്കൾ ശേഖരിക്കുവാനും ഇവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. ഭാഷാ പാണ്ഡിത്യത്തിലും ഒട്ടും പിന്നിലല്ല. ആഡംബരത്തിൽ ഇവർ നല്ല ഭ്രമമുള്ളവരായി കാണാറില്ല. വശ്യതയുള്ള ശരീരപ്രകൃതിയും പ്രൗഢമായ മുഖവും വാക്കിലും നോക്കിലും ആജ്ഞാശക്തിയും ഉള്ളവരാണ് ഇവർ. സ്ത്രീകളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അവരുടെ സന്തത സഹചാരം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ബന്ധുജനങ്ങൾ ഇവരുടെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നവരല്ല. നാടകം, സംഗീതം, ചിത്രമെഴുത്ത്, ഉപകരണ സംഗീതം, ശില്പം, വാദ്യോപകരണം, ഗ്രഹാലങ്കാരം, പ്രദർശനം ഇവയിലെല്ലാം ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം സാധാരണയായി തൃപ്തികരമായി കാണാറില്ല. ശരിയായ നടപടി സ്വീകരിച്ചുകൊണ്ട് സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയേക്കും. കച്ചവടം, സർക്കാർ ജീവനക്കാർ, ഗതാഗതം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വാർത്താവിതരണം, കമ്പ്യൂട്ടർ, അധ്യാപകൻ, പരിശീലകൻ, മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ജോലികൾ, വക്കീൽ, ന്യായാധിപൻ, അന്വേഷകൻ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടുതൽ മെച്ചമായിരിക്കും. ത്വക്ക്, കിഡ്നി, അപ്പൻഡിക്സ്, ബ്ലാഡർ, ഹെർണിയ, അരക്കെട്ടിലെ ശരീരാവയവങ്ങൾ എന്നിവയും ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടായേക്കാം. തുലാരാശിയിൽ ചന്ദ്രനോടൊപ്പം പാപഗ്രഹങ്ങൾ നിന്നാൽ മൂത്രാശയ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ചോതി 1-ാം പാദത്തിൽ ജനിക്കുന്നവർ സദ്ഗുണസമ്പന്നർ ആണ്. മറ്റുള്ളവരോട് ദയയുള്ളവർ ആയിരിക്കും. ഇവർ സൗന്ദര്യമുള്ളവർ ആണ്. ഇവർ ധനമുള്ളവരും കൃഷിഭൂമിയുള്ളവരും ആയിരിക്കും. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഇവർ കീർത്തി നേടും. ചുവന്ന നേത്രമായിരിക്കും ഇവർക്ക്. ഇവർക്ക് പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്നും ധനലാഭം ഉണ്ടാകും. ചോതി 2-ാം പാദത്തിൽ ജനിക്കുന്നവർ കൃഷിസ്ഥലമുള്ളവരും സമ്പന്നരും ആണ്. ആവശ്യത്തിന് നുണ പറയുകയും അവസരോചിതമായി സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. പങ്കാളിക്ക് അനുകൂലമായ നിലപാടായിരിക്കും ഇവർക്ക്. പ്രവൃത്തി ഗുണമുള്ളവരും ആണ്. ചോതി 3-ാം പാദത്തിൽ ജനിക്കുന്നവർ സംഭാഷണ ചാതുര്യം ഉള്ളവരാണ്. ഇവർ പൊതുജന സമ്മതരും ആയിരിക്കും. അജ്ഞാതവാസത്തിനും വനവാസത്തിനും യോഗമുണ്ട്. ചോതി 4-ാം പാദത്തിൽ ജനിക്കുന്നവർ ശരീരകാന്തി ഉള്ളവരും മുഖത്ത് മറുകുള്ളവരും ആണ്. ഇവർ ഒരു ഉത്തമ കുടുംബനാഥൻ ആയിരിക്കും. പങ്കാളിക്ക് ഏറെ പ്രിയങ്കരനും മറ്റുള്ളവർക്ക് ഉത്തമ സുഹൃത്തും അനുകൂലിയും ആയിരിക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് രോഗദുരിതങ്ങൾ അത്ര വേഗം പിടിപെടില്ല. ഇവർ തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ്. ഇവർക്ക് വടിവത്ത ശരീരഘടന ആയിരിക്കും. തുടയിൽ മറുക് ഉണ്ടായിരിക്കും. സന്താനയോഗം ഉണ്ട്. ഇവർ ഭക്ഷണപ്രിയരുമാണ്. മന്ദഗമനം ആണ് ഇവരുടേത്. തികഞ്ഞ പതിവ്രതകൾ ആയിരിക്കും. ദയുള്ളവരും ക്ഷമാശീലം ഉള്ളവരുമായിരിക്കും. സൗന്ദര്യദേവത കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ളവരായിരിക്കും. കുടുംബത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്നവരാണ്. ഔദ്യോഗിക ജീവിതത്തിൽ തന്ത്രപ്രധാനമായ പദ്ധതികൾ നടപ്പിലാക്കി വിജയിക്കും. 33 വയസ്സു മുതൽ ഇവർക്ക് ജീവിതത്തിൽ പുരോഗതി ദൃശ്യമായി തുടങ്ങും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുയോജ്യമായ മറ്റ് തൊഴിൽ മേഖലകൾ പരിശോധിച്ചാൽ വായു ഭഗവാനാണ് ഇവരുടെ നക്ഷത്ര ദേവത ആയതിനാൽ എയർപോർട്ട്, എയർലൈൻസ് വിഭാഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങളുമായി ബന്ധപ്പെട്ട വിപണനം, തടി വ്യവസായം, പച്ചമരുന്നുകൾ കൃഷി ചെയ്യുന്നതും വിപണനം ചെയ്യുന്നതും ആയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും.
മഹിഷമാണ് ഇവരുടെ മൃഗം. സീവുഡ് എക്സ്പോർട്ടിംഗ് മേഖല, കരകൗശല നിർമ്മാണം, ദാസ്യവൃത്തി, കായികാധ്വാനം ഏറുന്ന പണികൾ, മദ്യനിർമ്മാണം എന്നീ മേഖലകളിലും ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. ഇവരുടെ വൃക്ഷം നീർമരുത് ആയതിനാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ കരാർ ജോലികൾ, മണൽ വ്യവസായം, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ഉപകരണങ്ങളുടെ നിർമ്മാണവും വിതരണവും, സ്വകാര്യ ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകൾ, കാറ്ററിംഗ് കരാർ ജോലികൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ഇവർക്ക് ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ 4ഉം ഭാഗ്യദിവസം വെള്ളിയാഴ്ചയും ഭാഗ്യനിറം കറുപ്പും ഭാഗ്യദിക്ക് പടിഞ്ഞാറും ആണ്. ഭാഗ്യരത്നം ഗോമേതകം, ഭാഗ്യദേവത മഹാവിഷ്ണു ദുർഗാദേവിയും ആണ്. ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും. നക്ഷത്ര ദേവതാ മന്ത്രമായ ഓം വായവേ നമ എന്ന മന്ത്രം നിത്യേന 54 തവണ ജപിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും ഗുണം ചെയ്യും. വ്യാഴാഴ്ച ദിവസം മഹാലക്ഷ്മി ഭജനവും തിങ്കളാഴ്ച തോറും ദുർഗാദേവി ക്ഷേത്ര ദർശനവും നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. കാർത്തിക, രോഹിണി, മകയിരം, ആയില്യം, അനിഴം, മൂലം എന്നീ നക്ഷത്രങ്ങളും ഞായറാഴ്ച ദിവസം ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് ഗുണകരമല്ല. രോഹിണി ഇവർക്ക് വേദനക്ഷത്രം ആയതിനാൽ ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹമോ കൂട്ടു ബിസിനസ്സോ ഇവർക്ക് അത്ര ശുഭകരമാകില്ല. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.